പോരാട്ടം കടുക്കുമോ എന്നുള്ള ചോദ്യം ഇനി 100 ദിവസത്തിൽ താഴെ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. എണ്ണിക്കുട്ടി പെറുക്കിയെടുത്താൽ UDF സർവ്വസജ്ജമാണ്. ലക്ഷ്യം കഴിഞ്ഞിരിക്കുന്നു. യാത്രകൾ തുടങ്ങാൻ പോകുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിൽ 70 സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കും. LDFും തൊട്ടു പിന്നാലെ ജാഥയുമായിട്ടുണ്ട്. BJPയും 34 A ക്ലാസ് മണ്ഡലങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തിരിക്കുന്നു. പതിവിന് വിരുദ്ധമായി ജനുവരി അവസാനം ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളുടെ ഏകദേശ ചിത്രം തെളിയാൻ പോവുകയാണ്. പോരാട്ടം കടുക്കുമോ? എന്താ സംശയം? പോരാട്ടം കടുക്കണമല്ലോ. കാരണം 2 തവണ അധികാരത്തിലെത്തിയ LDF, വളരെ ശക്തമായ മുന്നണി സംവിധാനം, വളരെ ശക്തമായ പാർട്ടി സംവിധാനം, അതൊക്കെ ഉള്ളപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും LDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ ഒരു സന്നാഹമുള്ള പാർട്ടിയാണ്. ഇപ്പുറത്തെ UDF ആണെങ്കിലോ, UDFന് 2 തവണ ഇതുപോലെ തോറ്റതിന് ശേഷം ഇത് അവരുടെ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന മട്ടിലുള്ള പോരാട്ടമാണ്. BJPക്ക് അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പും ജയിച്ചു നിൽക്കുന്ന UDFന് തന്നെയാണ് തൽക്കാലം നമ്മൾ ഈ 100 ദിവസത്തെ കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ ഒരു മേൽക്കൈ ഉള്ളത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥിതി വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ തദ്ദേശം ആര് ജയിക്കുന്നോ ആ മുന്നണിയായിരിക്കും അടുത്ത തവണ കേരളം ഭരിക്കുക. അതാണ് രീതി. ഒരു തവണ കഷ്ടിച്ച് 1 സീറ്റ് ഒരു നിസ്സാര വോട്ടിനാണ് ജയിച്ചു പോയതെങ്കിലും, പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു രീതി അതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങൾക്ക് നിമിത്തങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തദ്ദേശം ആര് ജയിക്കുന്നോ അവർ സർക്കാർ ഉണ്ടാക്കുമെന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അത് UDFന് അനുകൂലമായി പോകാൻ പോവുകയാണ്. UDF ആണ് ജയിക്കുക. കഴിഞ്ഞ തദ്ദേശത്തിലെ കണക്ക് വെച്ച് നിങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളെ എടുത്ത് വെച്ച് നോക്കിയാൽ 82 സീറ്റുകൾ, 85 സീറ്റ് വരെ എന്നൊക്കെ പറയുന്നു. അത്രയും സീറ്റുകൾ ഇപ്പോൾ തന്നെ UDFന് മേൽക്കൈ ഉണ്ട് താനും. അതത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ ഒരു നമ്മുടെ ഒരു ഊഹ കണക്കാണ്. പക്ഷേ ഇതുവരെയുള്ള കണക്കുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ചില പഴയ കണക്കുകൾ നോക്കാം. 2016 മുതൽ 2021 വരെയുള്ള ഒന്നാം പിണറായി സർക്കാർ LDF സർക്കാരിൻ്റെ കാലത്ത് 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 UDFിൻ്റെ കയ്യിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുത്തു LDF എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയേണ്ട സീറ്റ് പാലാ സീറ്റാണ്. പാലാ സീറ്റിൽ ആരും പ്രതീക്ഷിച്ചില്ല. KM മാണി മരിച്ച ശേഷമുള്ള സഹതാപ തരംഗം. KM മാണി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന സീറ്റാണ്. അവിടെ അദ്ദേഹം മരിച്ച ശേഷം നടന്ന സഹതാപ തരംഗത്തിൻ്റെ പോലും ഗുണം കിട്ടാതെ ആ സീറ്റ് LDF പിടിച്ചെടുക്കുന്ന വളരെ വലിയ കാഴ്ച. ഞാൻ പറഞ്ഞു വന്നത് 2016-21 കാലഘട്ടത്തിൽ ഒരു തരത്തിലും LDFിൻ്റെ മേൽക്കൈ ഒരിടത്തും ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വിജയമായിരിക്കാം 2020 അല്ലെങ്കിൽ ഈ ബൈ ഇലക്ഷനിലെ വിജയമായിരിക്കാം. ചെങ്ങന്നൂർ, കോന്നി, വട്ടിയൂർക്കാവ് ഈ 3 സ്ഥലങ്ങളിലാണ് അതിന് മുമ്പുണ്ടായിരുന്ന ജയങ്ങൾ. ഒരു കാര്യം കൂടിയുണ്ട്. അതിനുശേഷം ബൈ ഇലക്ഷന് ശേഷം 2021 പൊതു തെരഞ്ഞെടുപ്പിലും ഈ 4 സീറ്റുകളും ഇടതുമുന്നണി നിലനിർത്തുക കൂടി ചെയ്തു. ഒരു ഫ്ലൂക്ക് ആയിരുന്നില്ല എന്നുള്ള അർത്ഥം. LDF 2021 ആകുമ്പോഴേക്കും അവരുടെ സീറ്റുകളുടെ എണ്ണം 99ലേക്ക് 92-ൽ നിന്നാണ് 91-ൽ നിന്നാണ് 92-ൽ നിന്ന് 99-ലേക്ക് LDF ഉയർത്തുകയും ചെയ്തു. അങ്ങനെ സുസജ്ജമായിരുന്ന എല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് LDF വിജയത്തിലേക്ക് നടന്നു കയറിയത്. പക്ഷേ ഇതേ പാറ്റേൺ നിങ്ങൾ അടുത്ത 5 വർഷം എടുത്ത് നോക്കൂ. 5 ബൈ ഇലക്ഷനിലുണ്ടായി. LDFന് 1 മണ്ഡലം നഷ്ടപ്പെട്ടു. 3 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ UDF അവരുടെ ഭൂരിപക്ഷം വല്ലാതെ കൂട്ടി. LDFനുണ്ടായിരുന്ന 1 മണ്ഡലം ചേലക്കരയിൽ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് അത് ഏതാണ്ട് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് കുറയുകയും ചെയ്തു. ഇവിടെയാണ് കാര്യങ്ങൾ മാറിയത്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന LDFനേക്കാൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന LDFന് വല്ലാത്ത ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതായത് കഴിഞ്ഞ ഒന്നാം പിണറായി വിജയ് സർക്കാരിൻ്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം മിന്നുന്ന പ്രകടനമെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തീരെ മിന്നാത്ത പ്രകടനമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ പോയി എന്ന് മാത്രമല്ല, ചേലക്കരയിൽ ഭൂരിപക്ഷം 3-1 കുറയുകയും ചെയ്തു. അതിനുശേഷമാണ് തദ്ദേശത്തിലെ റിസൾട്ട് വന്നത്. തദ്ദേശത്തിൽ നമുക്കറിയാവുന്നതുപോലെ അടപടലം LDF പോവുകയും വാഷ് ഔട്ടായി പോവുകയും ചെയ്തു LDF എന്നുള്ളതാണ്. UDFന് വളരെ വലിയ വിജയമുണ്ടായി. എവിടെ നിന്നാണ് UDF ഈ വിജയം ഉണ്ടാക്കിയത് എന്നുകൂടി പരിശോധിക്കുക. സാധാരണ തദ്ദേശത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ പാഠവും കൊണ്ടും പ്രവർത്തകരുടെ മികവ് കൊണ്ടും CPM ഒരു പണത്തൂക്കം ഒന്നല്ല ഒരുപാട് പണത്തൂക്കം മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് UDFന് പല ജില്ലകളും അങ്ങനെ ഇങ്ങെടുക്കാൻ പറ്റിയത്. കോട്ടയമൊക്കെ വൻ വിജയമാണ് നടന്നത്. ഈ വിജയം എവിടെ നിന്നാണ് ഉണ്ടായത്? ഇപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലത്ത് വെറും 2 സീറ്റാണ് UDFന് കിട്ടിയത്. പത്തനംതിട്ടയിൽ 1 സീറ്റ് പോലും കിട്ടിയില്ല. ആലപ്പുഴയിൽ 1 സീറ്റ്, ഇടുക്കിയിൽ ആകെ 5-ൽ 1 സീറ്റ് മാത്രം. അവിടെ നിന്ന് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചടക്കുകയും ആ 3 ജില്ലകളിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയും ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ
തൃശ്ശൂരിൽ 13-ൽ 1 സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ UDF ഉണ്ടായത്. അവിടെ പോലും തൃശ്ശൂർ കുറച്ചുകൂടെ UDF മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഈ തദ്ദേശത്തിൽ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ 2021 വലിയ തകർച്ചയിൽ നിന്ന് അടിക്കടി കയറി വരുന്ന ഒരു UDF നിങ്ങൾ കാണുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പുകളിലായാലും അതുപോലെ തന്നെ തദ്ദേശത്തിലായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിന്നെ പറയാനുമില്ല, ഗംഭീര വിജയമാണ് തൃശ്ശൂർ ഒഴികെ. ഇത്രയും കാര്യങ്ങൾ UDF അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു സർക്കാർ നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവും. സർക്കാരിനോട് ഒരു ഭരണത്തിൽ ഇരിക്കുന്നവരോട് ഒരു അതൃപ്തി എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാം. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാവാം. എന്തായാലും റിസൾട്ട് ഇതാണ്. അതും 5 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, 5 വർഷം മുമ്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുന്നതിൻ്റെ ആദ്യ ഘട്ടം 4 വർഷം കാത്തിരുന്നിട്ട് അവസാനം ചെയ്ത് ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് പണം കിട്ടിയ ശേഷമാണ് തദ്ദേശം നടന്നത്. അവിടെയാണ് പരാജയം സംഭവിച്ചത്. അപ്പോൾ സർക്കാരിന് മുമ്പിൽ ഇനി എന്താ സാധ്യത? LDF മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു എന്നാണോ? അതല്ല. പക്ഷേ ഈ പരാജയത്തിൻ്റെ ഗൗരവം കൂട്ടുന്ന ഒരു കാര്യം, വർഗീയമായ വളരെ വലിയ ഒരു ധ്രുവീകരണം ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സാമുദായിക ഇക്വേഷൻസ് ഇപ്പോൾ LDF എതിരാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം വിഭാഗങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും എറണാകുളത്ത് കുറച്ച് കാര്യമായിട്ടും തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിലുമൊക്കെ മുമ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങനെയാണോ UDF ഒരല്പം കൈവിട്ടിരുന്നത്, കാര്യമായി കൈവിട്ടിരുന്നത്, അത് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ആശ്വാസമാണ്. മുസ്ലിം വോട്ടുകൾ അടപടലം പോയി എന്നുള്ളത് CPIയുടെയും CPMൻ്റെയും ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. ഇത്രയും വസ്തുതയാണല്ലോ. അപ്പോൾ ഇത് വെച്ച് എന്താണ് വിജയസാധ്യത? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പക്ഷേ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും 51-52 സീറ്റുകൾ LDFനൊപ്പമാണ്. 50-52 സീറ്റ്, 71 സീറ്റിലേക്ക് എത്ര വ്യത്യാസമുണ്ട്? വെറും 20 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പോരാട്ടം കടുക്കാനാണ് പോകുന്നത്. UDFന് നിഷ്പ്രയാസം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അനുകൂലമല്ലാത്ത രാഷ്ട്രീയ സാഹചര്യവും സാമുദായിക ധ്രുവീകരണവും നടന്നതിന് ശേഷവും അവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ അവർക്ക് 51 സീറ്റുകൾ വരെ ഇപ്പോൾ കിട്ടും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ കണക്ക് ശരിയാവുകയാണെങ്കിൽ, ഇതേ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവുകയാണെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ രൂക്ഷമായിരിക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നുള്ളത് വേറെ കാര്യം. കാരണം തദ്ദേശത്തിൽ LDFന് വേറെ രീതിയിലുള്ള, CPMന് വേറെ രീതിയിലുള്ള കരുത്തുണ്ടെന്നുള്ള വേറെ കാര്യം. അത് നിയമസഭയിലേക്ക് വരുമ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും 20 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ 51-ൽ നിന്ന് 71-ലേക്ക് CPMനെത്താൻ അല്ലെങ്കിൽ LDFനെത്താൻ. അപ്പോൾ അത്ര നിസ്സാരമായി കാണാവുന്ന ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ LDFന് എഴുതി തള്ളാനുള്ള സമയമായിട്ടില്ല. 100 ദിവസം ബാക്കിയുണ്ട്. സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ക്ഷേമ പെൻഷനുകൾ ഇനിയും ഒരു 500 രൂപ കൂട്ടാനുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് ഒരു വളരെ വലിയ വീഴ്ചയാണെന്നും ആഭ്യന്തരം വൻ പരാജയമാണെന്നും പറയുന്നിടത്ത് നിന്ന് അത് നന്നാക്കാനുള്ള അവസരമുണ്ട്. പല കാര്യങ്ങളിലും പുതിയ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള സർക്കാർ അടപടലം തെറ്റി നിൽക്കുകയാണ്. സ്വർണത്തിൻ്റെ കട്ടി സായിപ്പിൻ്റെ ജട്ടി എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതെല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഒരു 100 ദിവസത്തെ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാമായിരിക്കും. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും കുഴപ്പങ്ങളുമാണ്. അത് തിരിച്ചു പിടിക്കാൻ സർക്കാരിന് സമയമുണ്ടെങ്കിൽ 20 സീറ്റിൻ്റെ വ്യത്യാസം വേണമെങ്കിൽ LDFന് മറികടക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ ആഞ്ഞു പിടിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് LDF ക്യാമ്പ് നിരാശരായി പോവുകയില്ല. എന്ന് മാത്രമല്ല, നിലവിലിരിക്കുന്ന MLAമാരെ ഭൂരിപക്ഷം ആളുകളെയും മത്സരിപ്പിക്കാനാണ് LDFൻ്റെ ആലോചന. അവരുടെ ഗുഡ് വിൽ ഊന്നിയായിരിക്കും ഈ പോരാട്ടത്തിൽ അവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അവിടെയാണ് അവരുടെ സ്ട്രാറ്റജി. പുതുമുഖങ്ങളായിരിക്കില്ല മിക്കവാറും. LDFൻ്റെ പഴയ പോരാളികളെ ആയിരിക്കും രംഗത്തിറക്കുക. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നവർ പോലും ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മൂന്നാം കക്ഷിയായ BJPയെ പക്ഷേ കാണാതെ പോകരുത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 40,000 സീറ്റിന് മുകളിൽ വോട്ടുള്ള 10-ലധികം സീറ്റുകളുണ്ട്. 10-ലധികം സീറ്റുകളുണ്ട്. അതിൽ 45,000-ന് മുകളിൽ 7 സീറ്റുകളെങ്കിലുമുണ്ട്. അവിടെ BJP ഒരു പ്രധാനപ്പെട്ട വിന്നിംഗ് ഫാക്ടറായി മാറിയാൽ അത് ആരുടെ സാധ്യതകളെ ആയിരിക്കും എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP കണ്ണുവയ്ക്കുന്ന 4 സീറ്റുകൾ, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, 4ഉം LDFൻ്റെ സീറ്റുകളാണ്. ജയിക്കാൻ സാധ്യതയുള്ള BJP കണക്കൂട്ടുന്ന സീറ്റുകൾ 4ഉം LDFൻ്റെയാണ്. ഈ സീറ്റുകൾ അപ്പോൾ വോട്ട് കട്ടറായി മാറി CPMൻ്റെ 4 സീറ്റുകളായിരിക്കുമോ LDFൻ്റെ 4 സീറ്റുകളായിരിക്കുമോ BJP പിടിക്കുക? അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ബാക്കി സ്ഥലങ്ങളിൽ BJPയുടെ വോട്ട് എങ്ങനെ പോകും, ആർക്ക് പോകും? ആൻറ്റി ഇൻകംബൻസി, സർക്കാർ വിരുദ്ധ വോട്ടുകൾ
പിളർന്നു പോകാൻ സാധ്യതയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ പറയുന്നത് ഞങ്ങളുടെ മത്സരം യു ഡി എഫുമായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് വേഴ്സസ് BJP ആണ് മത്സരം, CPM ചിത്രത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ കുറച്ച് ഞങ്ങൾ കൂടെ കിട്ടട്ടെ എന്നുള്ളതാണ് ലൈൻ. അങ്ങനെ വന്നാൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് CPM-നും LDF-നും അനുകൂലമായി പോയേക്കാം. പക്ഷേ BJP അധികാരം ഏൽക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, സർക്കാർ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല, തദ്ദേശത്തിൽ പ്രാദേശികമാണ്, ഒരു സർക്കാർ ആരുണ്ടാക്കുമെന്നുള്ളൊരു ചോയ്സിൽ LDF-ഓ UDF-ഓ ആയിരിക്കും. അതിൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ മുഴുവൻ UDF-ലേക്ക് പോകാനാണ് സാധ്യത. ആൻറ്റി ഇൻകംബൻസി എത്ര ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ വൻ രീതിയിലുണ്ട്. അതുകൊണ്ടാണല്ലോ തദ്ദേശത്തിൽ LDF-ന് പലയിടത്തും പല ജില്ലകളിലും ഒരു വലിയ വാഷ് ഔട്ട് ഉണ്ടായത്. ശരി, പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ BJP-യുടെ കേഡർ വോട്ടുകൾ, BJP-യുടെ കോർ വോട്ടുകൾ എങ്ങനെയായിരിക്കും? ഒരു ടാക്റ്റിക്കൽ വോട്ടിംഗ് ഉണ്ടായാൽ അത് പല മണ്ഡലങ്ങളിലെയും സാധ്യതകളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. 30,000 വോട്ട് BJP-യുടെ കയ്യിലുള്ള 10-25 മണ്ഡലങ്ങളെങ്കിലും കേരളത്തിൽ സുലഭമായുണ്ട്. 30-ന് മുകളിൽ കേരളത്തിൽ പലയിടത്തായി കിടക്കുകയാണ്. പലയിടത്ത് നമുക്കറിയാമല്ലോ, 5,000-നും 15,000-നും ഇടയ്ക്കാണ് കേരളത്തിലെ ഭൂരിപക്ഷം. 30,000 കയ്യിൽ വോട്ടുള്ള BJP ടാക്റ്റിക്കൽ വോട്ടിങ്ങിന് ശ്രമിച്ചാൽ അത് ആർക്ക് ഗുണമുണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ BJP-യുടെ കാര്യത്തിൽ രണ്ടാണ്. BJP ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന 4 സീറ്റുകൾ അത് CPM-ൻ്റെയാണ്, 2 സീറ്റുകൾ കോൺഗ്രസിൻ്റെയാണ്. ഞാൻ പറയുന്നത് കാസർഗോഡ് സീറ്റുകളാണ്. ബാക്കിയുള്ള അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും നഷ്ടം വരിക അങ്ങനെ പരാജയം സംഭവിച്ചാൽ. ഇപ്പോൾ കാസർഗോഡൊക്കെ CPM-ൻ്റെ ടാക്റ്റിക്കൽ വോട്ടിംഗ് ഉണ്ട്. അത് BJP-ക്ക് എതിരെയാണ് ചെയ്തിരുന്നത്. ഇത്തവണ ചെയ്തില്ലെങ്കിലോ കോൺഗ്രസ് നഷ്ടമുണ്ടാകും. അതേസമയം തിരുവനന്തപുരത്തെ 4 സീറ്റുകളിൽ BJP ശക്തമായി മുന്നിട്ടിറങ്ങുകയും കോൺഗ്രസിൻ്റെ ദുർബല സ്ഥാനാർത്ഥി വന്നാലും വന്നില്ലെങ്കിലും ചിലപ്പോൾ BJP ജയിച്ചാൽ CPM-നും LDF-നും 4 സീറ്റ് നഷ്ടപ്പെടും. ബാക്കി സ്ഥലങ്ങളിൽ ടാക്റ്റിക്കൽ വോട്ടിംഗ് ആർക്ക് അനുകൂലമെന്നുള്ളത് BJP-ക്ക് അറിയൂ, നമുക്കറിയില്ല, ഊഹങ്ങൾ മാത്രം. ചുരുക്കത്തിൽ BJP-ക്ക് കൂടി വലിയ പങ്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും അടുത്ത തവണ ആർക്കുണ്ടായാലും ഉണ്ടാകാൻ പോകും. Meet the editors.